പകുതിവില വാഗ്ദാന തട്ടിപ്പിന് നേതൃത്വം നൽകിയവരെ അറസ്റ്റ് ചെയ്ത് അവരുടെ സ്വത്ത് കണ്ടുകെട്ടണമെന്ന് സിപിഎം ജില്ലാ സെക്രട്ടറി എം.വി. ജയരാജൻ. CSR ഫണ്ട് ദുരുപയോഗിക്കുന്നതിനെതിരെ കേന്ദ്ര സർക്കാർ നിയമം കൊണ്ടുവരണമെന്നും ജില്ലാ സെക്രട്ടറി വാർത്താസമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. സംഘടനയുടെ ചെയർമാൻ സ്ഥാനം അലങ്കരിക്കുകയും മറുഭാഗത്ത് അദ്ദേഹം സീഡിന്റെ ഉപദേശകനായി പ്രവർത്തിക്കുകയുമാണ് ചെയ്തത്. ഇത് അദ്ദേഹം നടത്തിയ തട്ടിപ്പിന്റെ വ്യക്തമായ ഒരു തെളിവാണ്. നമ്മുടെ ജില്ലയിൽ നിന്നൊരു കോൺഗ്രസ് നേതാവ് ഈ തട്ടിപ്പ് സംഘത്തിന് നേതൃത്വം കൊടുക്കുന്നുണ്ട്. അത് മാടായി ബ്ലോക്ക് കോൺഗ്രസിൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. സംസ്ഥാനാടിസ്ഥാനത്തിൽ ഈ തട്ടിപ്പിന് നല്ല സഹായം ചെയ്തു കൊടുത്തത് ലീഗൽ അഡ്വൈസർ എന്ന പേരിൽ ഒരു കോൺഗ്രസ് നേതാവാണ്. അവരുടെ അക്കൗണ്ടിലേക്ക് ഈ തട്ടിപ്പ് സംഘത്തിന് കിട്ടുന്നത് പോലെയുള്ള തുക ലഭിക്കുന്നുണ്ട് എന്നത് തെളിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൽ ആകെ കേസെടുത്തതിൽ 9 കേസും കണ്ണൂരിലാണ്. ഏറ്റവും കൂടുതൽ വഞ്ചിക്കപ്പെട്ടവരും കണ്ണൂരിലുള്ളവരാണ്. ഇനിയും പരാതികൾ ഒരുപാട് പോലീസിന് കൊടുക്കുന്നുണ്ട്. ഇന്ന് രാവിലെയും പരാതിയുമായി വഞ്ചിതരായവർ ജില്ലാ കലക്ടറേറ്റിലും ജില്ലാ പോലീസ് മേധാവികളുടെ അടുത്തും എത്തിയിട്ടുണ്ട്. നേതാക്കളെ പിടികൂടിയിട്ടില്ല. നേതാക്കൾ കൂടി പ്രതികളാകേണ്ടതാണ്. അവരെ അറസ്റ്റ് ചെയ്യേണ്ടതാണ്. കേസെടുത്താൽ മാത്രം പോരാ, ഇതിൽ പ്രതികളായ ആളുകളുടെ സ്വത്ത് കണ്ടുകെട്ടണം. അതിന് ചില നടപടികൾ ഇപ്പോൾ പോലീസ് സ്വീകരിച്ചിട്ടുണ്ട്. അങ്ങനെയാണ് സംസ്ഥാന കോർഡിനേറ്ററായ അനന്തു കൃഷ്ണൻ്റെ ചില സ്വത്തുവകകൾ പോലീസ് പിടിച്ചെടുത്തത്. യഥാർത്ഥത്തിൽ ജനങ്ങൾ വഞ്ചിക്കപ്പെട്ടു എന്ന് മാത്രമല്ല, ഇതിലൂടെ കുറേയാൾക്ക് ജോലി നൽകുമെന്ന് പറഞ്ഞിട്ട് കുറേ പ്രൊമോട്ടർമാരെ നിശ്ചയിക്കുകയും പ്രൊമോട്ടർമാരോട് പറഞ്ഞത് നിങ്ങൾ കുറേ ആളുകളിൽ നിന്ന് അവരോട് പറഞ്ഞ് ഈ അക്കൗണ്ടിലേക്ക് പണം അടച്ചാൽ, പ്രൊമോട്ടർമാരാരും നേരിട്ട് കാശ് വാങ്ങുന്നവരില്ല. എന്നാൽ ജില്ലയിലാകെ ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന കോൺഗ്രസ് നേതാവ് അധികം കാശ് വാങ്ങിയിട്ട് ഞാൻ അക്കൗണ്ട് വഴി അയച്ചു കൊള്ളാം എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു ഭാഗത്ത് പ്രൊമോട്ടർമാരായി ഇതാ നിങ്ങൾക്ക് മാസത്തിൽ ആയിരക്കണക്കിന് രൂപ പ്രതിഫലം കിട്ടുമെന്ന് പറഞ്ഞ് അവരെയും വഞ്ചിച്ചു, ജനങ്ങളെയും വഞ്ചിച്ചു. ഇത് വലിയൊരു തട്ടിപ്പ് സംഘമാണ്. അപ്പോൾ അതുകൊണ്ട് ഇതിന് സമഗ്രമായ അന്വേഷണം നടത്തി നേതാക്കളടക്കമുള്ള കുറ്റക്കാരെ കണ്ടുപിടിക്കുക തന്നെ ചെയ്യണം. ഇതിൽ വഞ്ചിതരായ ആളുകളെ അണിനിരത്തിക്കൊണ്ടുള്ള ജനകീയ പ്രക്ഷോഭവും സംഘടിപ്പിക്കും. ബ്ലോക്കിലും ഒരു സൊസൈറ്റി ഉണ്ടാക്കി അവർ നടത്തുന്ന തട്ടിപ്പ് ഒരു പുതിയ തട്ടിപ്പാണ്. അവരുടെ ഏജന്റന്മാരായി അവർ നിയോഗിക്കുന്ന ആളുകൾക്ക് കാശ് വാങ്ങാൻ കഴിയില്ല. എന്നാൽ സമർത്ഥമായി കാശ് വാങ്ങിയവരുമുണ്ട്. അപ്പോൾ അവർ ഈ 64 ബ്ലോക്കുകളിൽ രൂപീകരിച്ച സീഡ് അതിന് അക്കൗണ്ട് നൽകിക്കൊണ്ട് അക്കൗണ്ടിലേക്ക് പണം നേടുകയാണ് ചെയ്തത്. അങ്ങനെയാണ് മകന് സ്കൂട്ടർ കിട്ടി. അപ്പോൾ പിന്നെ അച്ഛനും തോന്നി ഇതൊരു നല്ല കാര്യമാണല്ലോ, പകുതി പൈസയല്ലേ മകൻ അടച്ചിട്ടുള്ളൂ, സ്കൂട്ടർ വന്നല്ലോ, എന്നാൽ നീ ഒന്ന് കാര്യം ചെയ്യടോ, ഓൺലൈനിൽ എൻ്റെ പൈസയും അടക്കും. അച്ഛൻ്റെ നഷ്ടമായി. ഒരാൾ 80 ലക്ഷം രൂപ പലരോടും പറഞ്ഞിട്ട് അടപ്പിച്ചിട്ടുണ്ട്. 80 ലക്ഷവും വെള്ളത്തിലായി. ഇതിൻ്റെ സ്ഥാപന മേധാവിയുടെ കൂടെ നിന്ന് തട്ടിപ്പിന് നേതൃത്വം കൊടുത്തിട്ടുണ്ടെങ്കിൽ അവരെ പേരിൽ നടപടി സ്വീകരിക്കും. BJP പ്രധാനമായി ഓൺലൈൻ മെമ്പർഷിപ്പ് പോലെ ഇതും ജനങ്ങളെ കൂടെ നിർത്താനുള്ള ഒരു ഉപാധിയായിട്ട് കണ്ടു. പലരും സംശയം പറഞ്ഞു, ഇതിങ്ങനെ കൊടുക്കാൻ കഴിയില്ലല്ലോ, ബാക്കി പണം ആര് കൊടുക്കും, അപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് നൽകും എന്ന് പോലും പ്രചരിപ്പിച്ചു. ആ ഘട്ടത്തിൽ ഞങ്ങൾ പറഞ്ഞു, നമ്മൾ വളരെയേറെ ജാഗ്രത പാലിക്കണം, ഗ്രാമീണ മേഖലയിൽ ഇങ്ങനെ വഞ്ചിക്കാൻ നോക്കുന്നുണ്ട് എന്ന് നമ്മൾ പറഞ്ഞത്.
ഉദ്ഘാടനം ചെയ്തു. അത് ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമ്മുടെ മുമ്പിൽ വരുന്ന ഒരു ഘട്ടത്തിൽ ഇത്തരത്തിലുള്ള പ്രശ്നം സൂചിപ്പിച്ചിട്ടുണ്ട്. സുമേഷ് പോയിട്ടുണ്ട്, നമ്മുടെ ചില പഞ്ചായത്ത് പ്രസിഡന്റുമാർ പോയിട്ടുണ്ട്. അവരാണ് ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇതിൻ്റെ ഭാവി എന്താ ആദ്യത്തെ പരസ്യം എന്താ? കമ്പനി വിലക്ക് സാധനത്തിന്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതിയാണ്. കാരണം CSR കിട്ടുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടാണല്ലോ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെയാണ് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ശ്രമങ്ങളെ ജാഗ്രതയോടെ കാണണമെന്ന് പാർട്ടി പറഞ്ഞത്. മനസ്സിലായില്ല. ഞാൻ പറഞ്ഞത് BJPയിലേക്ക് ആളെ കൂട്ടാൻ വേണ്ടിയിട്ട് ഇതാ ജീവകാരുണ്യ സേവന മേഖലയിൽ ഇടപെടുന്ന ഒരു പ്രവർത്തനം നടക്കുകയാണ്. അങ്ങനെയാണ് വന്നത്. ഇത് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പദ്ധതി എന്ന് പറഞ്ഞിട്ട് BJPയാണ് രംഗത്ത് വരുന്നത്. ഔദ്യോഗികമായ ഒരു പരിവേഷവും അതിനില്ല. ഇങ്ങനെ വന്നപ്പോഴാണ് ഇതിൽ പണമടച്ചവർക്ക് ഈ സാധനം കിട്ടുന്നു എന്ന നില വരുന്നത്. അപ്പോൾ പിന്നെ വിശ്വാസ്യതയായി. ആ വിശ്വാസ്യതയെ മുതലെടുത്തിട്ടാണ് പിന്നെ ബാക്കിയുള്ളവർക്ക് കൊടുക്കാതെ തട്ടിപ്പ് നടത്തുന്നത്. അതുകൊണ്ട് പാർട്ടിക്ക് പരാതി കിട്ടിയ പ്രശ്നമല്ല പറയുന്നത്, പാർട്ടിയുടെ ശ്രദ്ധയിൽ വന്ന ആദ്യത്തെ പ്രശ്നമാണ് ഞാൻ പറഞ്ഞത്. BJPയിലേക്ക് ആളെ കൂട്ടാനുള്ള പരിപാടിയായിട്ടാണ് ഇവർ നടത്തുന്നത്.